RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. എൻ്റെ പൊന്നോ, എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചിരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണിച്ചതിൻ്റെ ഒരു തെളിവ് ഇന്ന് എനിക്ക് വേറൊരു വീഡിയോ കിട്ടിയായിരുന്നു. അതുകൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ BJPയും CPMുമായിട്ട് ഡീലുണ്ടാക്കി ഈ കേരളത്തിൽ BJP വൽക്കരണം അല്ലെങ്കിൽ കാവിക്കളസവൽക്കരണം അല്ലെങ്കിൽ സംഘിവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ പോവുകയാണ് പിണറായി വിജയന്റെ സംഘവും എന്നായിരുന്നു സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളനായിട്ടുള്ള KM ഷാജി എന്ന് പറയുന്ന ഇന്നത്തെ ലീഗ് നേതാവിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയങ്ങളിൽ ഇലക്ഷന് മുൻപുമൊക്കെ. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്തും ഇലക്ഷന് മുൻപും പ്രചാരണ വേളയിലുമെല്ലാം ഇവർക്ക് വലിയൊരു ആയുധമായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. BJPയുമായിട്ട് CPM അല്ലെങ്കിൽ CPIM ഡീലുണ്ടാക്കുന്നു. ആ ഡീലിൽ കൂടി ഗാന്ധിജിയെയും നെഹ്റുവിനെയും താഴെ ഇറക്കുന്നു. ആ പാഠപുസ്തകങ്ങളിലേക്ക് ഗാന്ധിയെയും നെഹ്റുവിനെയും ഞങ്ങൾ കയറ്റിക്കൊണ്ടുവരും. നിങ്ങളുണ്ടാക്കിയ ഡീൽ ചെയ്യാൻ വലിച്ചു കീറി കളയും. അങ്ങനെ BJPയുടെയോ RSSന്റെയോ ഒരു സംഘീയവൽക്കരണവും കാവിക്കളസവൽക്കരണവും ഇവിടെ നടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു ലീഗ് നേതാവ് മെഴുകിയത്. എന്നാൽ ഇന്ന് ആ ഒരു ലീഗ് നേതാവിൻ്റെയും നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെയും എല്ലാം മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഈ മുഖം മൂടി വലിച്ചു കീറപ്പെടുന്ന അല്ലെ അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച ഞാൻ കാണാനിടയുണ്ട്. അതോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, കണ്ടു നോക്കൂ. ഇപ്പോൾ PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. മേത്തറുടെ ചോദ്യത്തിന് പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയാണ് PMC വീണ്ടും ചർച്ചയാകാൻ കാരണം. കഴിഞ്ഞ LDF സർക്കാർ PMC പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കൂടാതെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PMCയുടെ യാതൊരു ഫണ്ടും ലഭിച്ചില്ലെന്നും മറുപടിയിൽ പറയുന്നു. PMCയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PMCയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. PMCയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PMCയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ സാറേ പറഞ്ഞത്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ ഈ താഴെ സംസാരിക്കുന്നത്. അതിന് മുകളിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹവിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ സ്കൂളുകൾ അതിനു വേണ്ടിയിട്ട് ആരും തയ്യാറാക്കിയിട്ടില്ല, അല്ലെങ്കിൽ PMC എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ സ്കൂളുകളെ പറ്റി നിശ്ചയിക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കുട്ടികൾ മന്ത്രി അപ്പൂപ്പ എന്നൊക്കെ വിളിക്കുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനും പറഞ്ഞത് ഏകദേശം സത്യം തന്നെ ആയിരുന്നില്ലേ? ഞങ്ങൾ PMCയിൽ ഒപ്പുവെച്ചു, ശരി തന്നെയാണ്, തലയിൽ മുണ്ടിട്ടുകൊണ്ടോ കുനിഞ്ഞു കൂടിക്കൊണ്ടുപോയോ ഒപ്പിട്ടു എന്ന് നിങ്ങൾ പറയുന്നത് പോലെ ശരി ഞങ്ങൾ ഒപ്പിട്ടു. പക്ഷേ ആ ഒപ്പിട്ടത് ഒരു അടിമത്തത്തിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയോ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ലെന്നും അത്തരത്തിൽ നിങ്ങൾക്കൊരു തീരുമാനമുണ്ട്. PMCയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ PMC എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ കൂടി പാഠപുസ്തകങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ചരിത്രങ്ങൾ പഠിപ്പിക്കണമെന്നുള്ളൊരു അജണ്ട നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടതുപക്ഷ സർക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഒപ്പിട്ടതിനെ മരവിപ്പിച്ചു. ആ മരവിപ്പിച്ചതിന് ശേഷം അധികാരത്തിൽ വന്നതാണ് നമ്മളുടെ സതീശൻ മേനോൻ സാറൊക്കെ. അങ്ങനെ മേനോൻ സാർ വന്നു, മേനോൻ സാർ ഒപ്പിടുന്നു, വീണ്ടും ആ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം എടുക്കുന്നു, എന്നിട്ടൊരു പ്രഖ്യാപനം. ഇടതുപക്ഷ സർക്കാർ ആരും കാണാതെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി PMC എന്ന് പറയുന്നൊരു പദ്ധതിയിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ടതിന് ശേഷം ഫണ്ടും വാങ്ങി സ്കൂളുകൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ആ ഫണ്ട് വാങ്ങി പുട്ടടിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ ആ ഒരു കാര്യത്തിന് മറുപടിയുമായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ എന്താണ്? നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല, അവരത് ഒപ്പുവെച്ചു എന്നുള്ളതല്ലാതെ പിന്നീട് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല, അവരത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സതീശൻ സാർ, മേനോൻ സാർ എല്ലാവരും കളിക്കുന്ന കളികൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, മാധ്യമ പുലിക്കുട്ടി പ്രതികരിക്കുന്ന ഒരു വീഡിയോ കാണാനായിട്ടുണ്ട്. അതോടെ നിങ്ങളെ കാണിച്ചു തരാം. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം, കൃത്യതയോടുകൂടിയുള്ള മറുപടി നമുക്ക് വന്നല്ലോ. ഐ അപ്രീഷിയേറ്റ് ജെബി മേത്തർ എന്ന നമ്മുടെ MP അഭിനന്ദിക്കുകയാണ്. ജെബി മേത്തർ ചോദിച്ച ചോദ്യം എന്നറിയുമോ? വെദർ ഫണ്ട്സ്
have been sanctioned or released to Kerala under PMC. PMCയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ? PMCയുടെ ഭാഗമായി സ്കൂളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? കൃത്യമായിട്ട് പട്ടിക സഹിതം തിരിച്ചു കൊടുത്തു. 0 എന്ന് കാണുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടും കേരളവുമാണ്. അതായത് PMCയുടെ ഭാഗമായിട്ട് സ്കൂളുകൾ തെരഞ്ഞെടുത്തോ എന്ന ചോദ്യത്തിൽ ഇല്ല, 0 എന്ന് കാണുന്നത് 2 സംസ്ഥാനങ്ങളാണെന്ന് കേരളവും തമിഴ്നാടും. അതുവരെ ആരാണ് VD സതീശൻ അല്ലെ? VD സതീശൻ എന്താ പറഞ്ഞത്? PMCയുടെ ഭാഗമായിട്ട് പണം കൈപ്പറ്റിയത്. PMCയുടെ ഭാഗമായിട്ടാണോ പണം കൈപ്പറ്റിയത്? നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ജയന്ത് ചൗധരി എന്ന വിദ്യാഭ്യാസ സഹമന്ത്രി വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായി SSKയുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്പോണന്റ് മാത്രമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പോണന്റിന്റെ ഭാഗമായിട്ടുള്ള 99.27 കോടി രൂപ മാത്രമാണ് സാങ്ഷൻ ചെയ്തത്. ജബി മേത്തറുടെ ഒറ്റ ചോദ്യം കൊണ്ട് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരിക്കൽ കൂടി ജബി മേത്തർ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പൊ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. VD സതീശൻ പറഞ്ഞതുപോലെ PMCയുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൈപ്പറ്റിയിട്ടില്ല എന്ന് കേന്ദ്രം ഇന്ന് വ്യക്തമായിട്ട് മറുപടി നൽകി. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ PM-3 പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കണ്ടില്ലേ, എന്തൊരു കള്ളത്തരങ്ങളാണല്ലേ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ, നുണപ്രചരണങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വാ തുറന്നാൽ കള്ളം മാത്രം പറഞ്ഞൊരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടാളികളെ നമ്മൾ കാണുന്നത്. എന്തൊരു അഭിപ്രായങ്ങളൊക്കെയാണല്ലേ. ഇവരാണ് വലിയ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മെഴുകിക്കൊണ്ട് പോസ്റ്ററുകളും അല്ലെങ്കിൽ പോസ്റ്റുകളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം കണ്ടിന്യൂസ്ലി ഒരു മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ പല പോസ്റ്റുകളിലും മെൻഷൻ ചെയ്തുകൊണ്ട് കുറച്ച് അടിമ തീട്ടങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇവന്മാരെ അങ്ങനെ തന്നെ വിളിക്കണമല്ലോ. കണ്ണൂർ സൈബർ സ്ക്വാഡോ അല്ലെങ്കിൽ കോൺഗ്രസ് സൈബർ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേജൊക്കെയാണ്. ഇവന്മാർ ഈ ഓരോ പോസ്റ്റുകൾ കാണും, ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്നെ അങ്ങ് മെൻഷൻ ചെയ്യുകയാണ്, നീ ഇതിനെ വെളുപ്പിക്കടാ ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ നാറികളുടെയൊക്കെ ഒരു പരാമർശം, അല്ലെ ഈ തന്തയില്ലാത്തവന്മാരുടെ വർത്തമാനം. ഇവന്മാർ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും പിണറായി വിജയൻ അഴിമതിയോടുകൂടി മാത്രമാണ് ഇവിടെ ജീവിച്ചതെന്നുള്ളത്. അപ്പം നിങ്ങളുടെ പാർട്ടി എന്താണ് മക്കളെ ചെയ്യുന്നത്? നിങ്ങളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു പേജോ അല്ലെങ്കിൽ ചാനലോ എന്തുമായിക്കോട്ടെ, ഞാൻ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജുമായിട്ട് വന്നിരിക്കുന്നത്. അവിടെ VD സതീശൻ തെറ്റ് ചെയ്താലും പിണറായി വിജയൻ തെറ്റ് ചെയ്താലും നരേന്ദ്രമോദി തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും അവരെ ഞാൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യും. അവർ നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ VD സതീശന്റെ അനുയായികളും ആരും ഒരു നല്ലതും കേരളത്തിന് വേണ്ടി ഇതുവരെയും സംഭാവന ചെയ്തിട്ടില്ല. എന്താണോ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് അതിന്റെ പുറത്ത് കയറി ഇരുന്നുകൊണ്ട് അതിനെ പൗഡർ ഇട്ടുകൊണ്ടും ഫൗണ്ടേഷൻ അടിച്ചുകൊണ്ടുമൊക്കെ ഞങ്ങളതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിണറായി വിജയൻ സഖാവും ആ സഖാവിന്റെ ആളുകളും ചെയ്തു വെച്ചിട്ടുള്ള പലതിലും ഇവരുടെ പേരുകൾ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പൂക്കികളുടെ കൂട്ടത്തിലുള്ള പൂക്കികളുടെയും ഒക്കെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ അംഗീകരിക്കാൻ പറ്റുക? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്യും. അതിന്റെ പല തലങ്ങളിൽ കൂടിയും നമുക്ക് ഭീഷണി ഉണ്ടാവും. ഏതൊക്കെ അവന്മാർ എന്തൊക്കെ ഭീഷണിയായിട്ട് വന്നാലും നിന്റെ ഒന്നും ഊലാമ്പി കണ്ട് പേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്റെയൊന്നും ചാണകം തിന്നുന്ന അല്ലെ നിന്റെയൊക്കെ ഭ്രഷ്ടം താങ്ങുന്ന അടിമയല്ല ഞാൻ. നിനക്കൊക്കെ അങ്ങനെ ആരുടെയെങ്കിലും താങ്ങാനുണ്ടെങ്കിൽ അവന്മാരുടെ പോയി താങ്ങി അവന്മാരെ സുഖിപ്പിച്ചോണം. അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് കിടന്ന് ഇങ്ങനെ കണകണ അടിക്കാൻ നിൽക്കരുത് മക്കളെ. അപ്പോൾ ഇതിൽ നമ്മൾ കാണുകയാണ് PM-3 എന്ന് പറയുന്നൊരു പദ്ധതിയിൽ എന്താണ് ഇടതുപക്ഷ സർക്കാർ എടുത്ത തീരുമാനമെന്നും എന്താണ് UDF സർക്കാർ സ്വീകരിച്ച തീരുമാനമെന്നും അവരുടെ നിലപാട് എന്താണെന്നുമുള്ളത്. നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ലീഗ് നേതാക്കന്മാരുമൊക്കെ വലിയ രീതിയിൽ വലിച്ചു കീറി അറബിക്കടലിലേക്ക് കയറിയുമെന്ന് എന്തൊക്കെയോ പ്രദർശനം നടത്തി. നമ്മൾ അതിനെ ചോദിക്കുന്നില്ല, കാരണം നിലപാട് എന്താണെന്ന് പോലും ഇവന്മാർക്ക് അറിയില്ല. അതുകൊണ്ട് ആ ഒരു ചോദ്യമായിട്ട് ഞാൻ മുന്നിലേക്ക് പോകുന്നില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണികൾ അല്ലെങ്കിൽ കൊങ്ങികൾ അസ്വസ്ഥരാകും. അങ്ങനെ നിങ്ങളെ ഞാൻ അസ്വസ്ഥരാക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൽ സതീശൻ ജി പറയുന്നതെന്ന് ബാക്കിയൊന്ന് കേട്ടു നോക്കാം. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുക? നമ്മൾ ഇതൊരു ബാധ്യതയെ പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി അടക്കം പറയുന്ന വാചകമാണ് കേട്ടോ. നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ്. നിർബന്ധിതമായിട്ടില്ല സാർ. PMC പദ്ധതിയിൽ ഒപ്പിട്ടാൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള പ്രൊവിഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് LDF സർക്കാർ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സാക്ഷാൽ KM ഷാജിയുടെ പ്രഖ്യാപനമായിരുന്നു. എന്താ KM ഷാജി തെരുവിൽ നിന്ന് പറഞ്ഞത്? ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയും. അറബിക്കടൽ ഇപ്പോഴും അവിടെ ഉണ്ട് സാർ. പക്ഷേ KM ഷാജിയുടെ പ്രശ്നം അത് കഴിഞ്ഞപ്പോൾ KM ഷാജി പറഞ്ഞു തെരുവിൽ നിന്ന് പറയുന്ന പ്രസംഗങ്ങളൊന്നും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിന്റെ പേരാണ് സാർ ഇരട്ടത്താപ്പ് എന്നുള്ളത്. അന്ന് പറയുന്നത് ഡബിൾ ഫാദർ സിൻഡ്രോം എന്നും പറയാം. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതേ വള്ളി നിങ്ങളുടെ കാലിലും പിടികൂടും എന്നുള്ളത്. പക്ഷെ അന്ന് പറയാതെ ഒരു വലിയ ഒറ്റ തള്ളായിരുന്നു. അറബിക്കടലിൽ കൊണ്ടുപോയി ഞങ്ങൾ തള്ളും. എന്നിട്ടിപ്പോ അറബിക്കടൽ അവിടെയുണ്ട്. PMC പദ്ധതി നടപ്പാക്കാൻ UDF ശ്രമിക്കുന്നു. PK നവാസ് എന്താ പറഞ്ഞത്? ഈ ഉപസമിതി കൂടുന്നത് അത് ഏറ്റവും കൂടുതൽ LDF സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച സംഘടന MSF-ഉം യൂത്ത് ലീഗുമാണ് കേട്ടോ. അന്ന് MSF-ന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല. ചൂടേറിയ പ്രതികരണങ്ങൾ. തുറപ്പാക്കമില്ല, വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു. വർഗീയതയുമായി
ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നടപ്പാക്കുമ്പോ അതേ നിലപാടാണോ MSF ഉള്ളത്? MSF എന്താ പറഞ്ഞത്? പി കെ ദാസ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു, ഈ ഉപസമിതി വന്നിരിക്കുന്നത് ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്നത് ആലോചിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട പി കെ ദാസ്, നിങ്ങളെ പറ്റിച്ചു. ആ ഉപസമിതി കൊണ്ട് ഒരു തീരുമാനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആ കോൺഗ്രസിന്റെ നയം നിങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായി PMC പദ്ധതി. അതിനുള്ള ഒരു കണ്ടിട്ട് മാത്രമായിരുന്നു ഈ മന്ത്രിസഭാ ഉപസമിതി. ജബി മേത്തർ, കൺഗ്രാറ്റുലേഷൻസ്. കണ്ടില്ല, എന്തൊരു മെഴുകലാണ് ഇതൊക്കെ. കണ്ടിട്ടും മെഴുകാനായിട്ട് വരുന്ന സൈബർ സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേജും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടിമകളെ ഒക്കെ കേരളം വിറ്റുകൊണ്ടിരിക്കുന്നത് ആരുടെ കാൽച്ചുവട്ടിലേക്കാണ്? നിനക്കൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ പോസിറ്റീവ് വശങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ഈ അടിമകളുടെ കണ്ണിൽ കാണുന്നതൊക്കെ പോസിറ്റീവാണ്. ഒരു സാധാരണ ബുദ്ധിയുള്ള, സാമാന്യ ബോധമുള്ള, തലയിൽ തലച്ചോറുള്ള ആളുകളുടെ ഒന്നും കണ്ണിൽ, അല്ല അവരുടെ ഒന്നും മനസ്സിൽ ഇതൊന്നും പോസിറ്റീവായിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം അങ്ങ് സതീശൻ ജിയും ആളുകളും ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാനായിട്ട് ശ്രമിക്കുകയാണ്. നിനക്കൊക്കെ എന്ത് കിട്ടും? മാസപ്പടിയാണോ, നിനക്ക് ദിവസക്കൂലിയാണോ, മാസക്കൂലിയാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തുമായിക്കോട്ടെ, ഈ അടിമകൾ കിടന്ന് കരയുന്നതിൽ നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു അഖിലോ അങ്ങനെ എന്താ പറയുന്ന ഒരു മോൻ വന്ന് മെഴുകിയത് ഞാൻ നിങ്ങളെ കാണിച്ചാണ് ആ വീഡിയോ. അവൻ എന്തോ അങ്ങ് മലത്തിക്കളയും, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകാൻ വന്നത്. പിന്നീട് അതിന് ശേഷം അവനെ കാണുന്നില്ല. അവൻ എന്തൊക്കെയോ പരിപാടിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വാ മകനെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗ് കള്ളൻ എന്താ പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇനി ഞാൻ പറയാം. ഓ, ഇപ്പൊ ഞാൻ പറയില്ല. ഇപ്പൊ നിങ്ങൾ ഓർമ്മിട്ടാതെ ചോദിച്ചതിന്റെ പേരിലാണെങ്കിൽ ഞാൻ പറയണതല്ലോ, അദ്ദേഹമാണ് ഇതിനകത്ത് ഇടനിലക്കാരൻ. കമ്മിറ്റിയിൽ അങ്ങാണ് ഞാൻ. നിങ്ങൾ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ അതിൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിരിക്കും. വാർത്താ സമ്മേളനം ഉൾപ്പെടെ വരുന്നതും അങ്ങനെ ഒരു ആശങ്ക, അതല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം വരുന്നതൊക്കെ ഇന്നലെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അതിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. തല കുത്തി മറിഞ്ഞാൽ ഇപ്പൊ അത് ഞങ്ങൾക്കറിയാം ഷാജി സാറേ, നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ നിലപാടുകൾ എന്താണെന്ന് പോലും അറിയാത്ത, നിലപാടുകളിൽ അധിഷ്ഠിതമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടില്ല. അത് കിട്ടില്ല എന്ന് നല്ല രീതിയിൽ അറിയാം. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയോ വലിയ രീതിയിൽ അങ്ങ് മെഴുകാൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ വലിയ രീതിയിൽ അങ്ങ് മലർത്താൻ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ PM ശ്രീ ഇല്ലാതെയാക്കും, അധികാരത്തിൽ വരുന്നതിന് മുൻപ് എന്തോ വലുത് പറഞ്ഞു, അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, കഴിവില്ലായ്മ, പിടിപ്പുകേടെന്നൊക്കെ. അതിന് മറ്റ് പല പേരുകളിലും ചില ആളുകൾ വിളിക്കും. അത്രയും ലോക്കൽ ലാംഗ്വേജിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ളൊരു മെഴുകലുമായിട്ട് വന്നിട്ടും നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവന്മാരെ പറ്റി ഓർക്കുമ്പോൾ സഹതാപവും പുച്ഛവും മാത്രമേ ഉള്ളൂ. നീയൊക്കെ എന്നും ഇങ്ങനെ അടിമകളായിട്ടും ആസനം താങ്ങികളുമായിട്ടൊക്കെ ജീവിച്ചു പൊക്കോ. അതല്ലാതെ ഒന്നും നിന്നെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. ഈ PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ കൂടി ഒരു വശത്തു കൂടി ഓൾറെഡി കേരളത്തിനെ വിറ്റു. PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ കൂടി നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ കാവിക്കളസവൽക്കരണത്തിനും കാവിധാരികളുമാക്കാൻ വേണ്ടിയിട്ട് ഈ BJPയോടൊപ്പം ഡീൽ ഒപ്പിച്ചുകൊണ്ട് UDF കളിക്കുന്ന ഒരു കളിയും കൂടിയാണ് നിങ്ങൾ കാണുന്നത്. CPM-ഉം RSS-ഉം കൂടി CPM-ഉം RSS-ഉം കൂടി ഡീൽ ഉണ്ടാക്കുന്നു, BJP സഖ്യം ചേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ മെഴുകിയത്. ഇന്നിപ്പോൾ ആരുമായിട്ടാണ് ഷാജി മോനെ ഡീലുള്ളത്? അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? അതുമില്ല. അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞത് PM ശ്രീയുമായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് പോകാൻ, ഒരു പദ്ധതി മുന്നിലേക്ക് പോയാലേ ഫണ്ട് കിട്ടുള്ളൂ, ആ ഫണ്ട് കിട്ടണമെങ്കിൽ പദ്ധതി വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പിട്ടതെന്നാണ്. ഇന്ന് പറയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ലേ, അത് PM ശ്രീയായിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പാർട്ടി തീരുമാനിക്കും, പിന്മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല, വിഷയം UDF ചർച്ച ചെയ്തിട്ടില്ല, കുഞ്ഞാലിക്കുട്ടി തള്ളി പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് വലിയൊരു യൂട്ടേണുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. PM ശ്രീയുമായിട്ട് മുന്നോട്ടേക്കെന്ന് പറഞ്ഞ ഒരാളാണ് പെട്ടെന്ന് വന്നിട്ട് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രതികരണം നടത്തുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഇവരുടെ ഈ ഒരു ചിന്താഗതിക്ക് പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഇങ്ങനെ മെഴുകാനായിട്ടിരിക്കുന്ന അടിമകളെ നിന്നോടൊന്നും ഒന്നും പറയാനില്ല. നീയൊക്കെ എന്ത് വേണമെങ്കിലും മെഴുകിക്കോ, ഒരു കോപ്പുമില്ല. പക്ഷേ ഇവിടെ കാവിക്കളസവൽക്കരണം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ്. പക്ഷേ ഓൾറെഡി നിങ്ങൾ ഒപ്പിട്ടു, നിങ്ങൾ നടപ്പിലാക്കി, ഫണ്ടും മേടിച്ചു, ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പക്ഷേ ആ പാഠപുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ കാവിക്കളസധാരികളെ കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും.